ഈ ഒരു വീഡിയോ ഞാൻ ഇന്നിടാം നാളെ ഇടാമെന്ന് വെച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടാണ്. ഇനി ഇങ്ങനെ പോയാൽ റെഡി ആവില്ല എന്ന് കണ്ട കാരണം ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുത്തെടുത്താൽ ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യാനും പോവാണ് കേട്ടോ. ഇനി അതിൻ്റെ ഒരു കുഞ്ഞൊരു ഷോർട്ട് വീഡിയോ കൊടുത്തിട്ടാണ് കോമഡി ഇങ്ങനെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനി സംഭവത്തിലോട്ട് കിടക്കാം. ഇതെന്താ സംഭവം എന്ന്, ഇത് ഞങ്ങളുടെ കോണീൻ്റെ അടിയാണ് കേട്ടോ. അതാ ഇത്രയും സാധനങ്ങൾ കോണീൻ്റെ അടിയിൽ കിടന്നിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാധനം എന്താ വെച്ചാൽ ഈ പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോണ ആൾ ചെറിയ ആളൊന്നല്ല കേട്ടോ, മൂർഖനാണ്, മൂർഖൻ. ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ കൊല്ലത്തെ വിഷുവിൻ്റെ അന്ന് ഇതേപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പാമ്പ് പിടുത്തക്കാരൻ വന്ന് പാമ്പിനെ പിടിച്ചപ്പോഴാണ് അറിയണത് മൂർഖനായിരുന്നു എന്നുള്ള കാര്യം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ വിചാരിച്ച സാധാ പാമ്പാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് എങ്ങനെയാണ് ഞങ്ങൾ മൂർഖനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം ഉണ്ടാവണായിട്ട് 2 ദിവസം മുമ്പേ ഞങ്ങളുടെ നായ ചങ്ങല പൊട്ടിച്ച് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവനെ എന്താ ചങ്ങല പൊട്ടിക്കാണ്ടായ റീസൺ ഞാൻ വെറുതെ ക്യാമറയിൽ നിന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയണത്. ഒരു പാമ്പിനെ കണ്ടിട്ടാണ് ഇവൻ ചങ്ങല പൊട്ടിച്ച് ഓടിയത്. പക്ഷെ പാമ്പിനെ കിട്ടിയില്ല കേട്ടോ, പിടി കിട്ടിയില്ല. പാമ്പ് വേറെ വഴിക്കും പോയി, ഇവൻ വേറെ വഴിക്കും പോയി. ഇവന് ചങ്ങല പൊട്ടിച്ച് ഓടിയ ത്രില്ലില്ല, അവന് വേറെ എവിടേക്കൊക്കെയോ പോയി കേട്ടോ. എന്നിട്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് ചെക്ക് ചെയ്യണത് കേട്ടോ. അപ്പോഴാണ് ഞാൻ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ദിവസം അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചിക്കു ഭയങ്കര കുരച്ച് നിൽക്കുക. അപ്പോഴാണ് ഞങ്ങളുടെ പണിക്കാരൻ പറഞ്ഞു ചേച്ചി ഒരു പാമ്പുണ്ടെന്ന്. അപ്പോഴാണ് ഈ സംഭവം പിന്നെയും വന്നത് അറിഞ്ഞത്. പിന്നെ ഞങ്ങളുടെ നായ ചിക്കു ഇടയ്ക്കിടയ്ക്ക് കുരയ്ക്കുമ്പോൾ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ പാമ്പ് പോകണ്ടാവും കേട്ടോ. അങ്ങനെയായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ ടെൻഷൻ മൂത്ത് ആകെ പ്രശ്നമായി. അവസാനം അമ്മയും ഞാൻ നോക്കി ഈ ഒരു സ്ഥലത്തേക്കാണ് പാമ്പ് ഓടിക്കയറണമെന്ന് മനസ്സിലായി. ചിക്കുവിൻ്റെ ചങ്ങല ഇളകണ ഒരു സൗണ്ട് കേട്ടാൽ മതി, വേഗം ഓടിയിട്ട് മൂപ്പരാൾ ഇതിൻ്റെ ഇടയ്ക്കാണ് പോണത് കേട്ടോ. അങ്ങനെ പാമ്പ് പിടിക്കണ ആൾ വന്ന് ഇതൊക്കെ അരിച്ച് പറക്കി ചാക്കൊക്കെ എടുത്ത് നോക്കി, ഒരു വിധത്തിലും കണ്ടില്ല കേട്ടോ. വെള്ളമൊക്കെ അടിച്ചു നോക്കി, നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ, അതേപോലെ വെള്ളമൊക്കെ അടിച്ചു നോക്കിയിട്ടാ. എന്നിട്ടൊന്നും കണ്ടില്ല. അവസാനം ഈ ഒരു വല ഇട്ട് കഴിഞ്ഞാൽ പാമ്പ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങുമെന്ന് പറഞ്ഞു. എന്നിട്ട് പാമ്പ് പിടിക്കുന്ന ചേട്ടൻ ഇതിട്ടിട്ട് പോയി സെറ്റാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പാമ്പ് പോക്കണ്ടില്ലേ, പാമ്പ് എവിടെ കിടക്കണു, വല എവിടെ കിടക്കണു, വലയുടെ ഉള്ളിൽ കൂടെ ഒക്കെ സിമ്പിളായിട്ടാണ് പോണത്. ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഈ ഒരാൾ ഇവിടുത്തെ സ്ഥിരം സഹവാസമുള്ള ആളാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂട്ടോ. കാരണം പാമ്പല്ല, നായ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഓടി കയറുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. ആൾ സിമ്പിളായിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട് പാമ്പ് പിടിക്കുന്ന ആൾ ഈ ഏരിയയിൽ നിന്ന് പോയി. ആൾ വേറെ ഏതോ ഒരു പരിപാടി ഉണ്ടെന്ന് ആൾ പോയി. ഇനി എന്ത് ചെയ്യുന്ന ഒരു കൺഫ്യൂഷനായി. കുട്ടികൾ ഉള്ളതാണ്, അമ്മയ്ക്ക് ടെൻഷൻ മൂത്തത് വേറെ കാര്യം. അവസാനം ഞങ്ങൾ രാത്രി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, പാമ്പിങ്ങനെ വരും പോവും, പാമ്പിങ്ങനെ വരും, സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അകത്തേക്ക് തന്നെ പോവും. അവസാനം കുറേ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ഒരു കസിൻ വന്നിട്ട് ഇതൊക്കെ മാറ്റി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെറുതെ നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല കേട്ടോ. വെറുതെ ഒന്ന് കൊത്തി നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പണ്ടെന്നോ കിടക്കുന്ന ഒരു ചാക്ക്, ദ്രവിച്ച് കിടക്കുന്ന ഒരു ചാക്കിൻ്റെ ഉള്ളിലാണ് പാമ്പിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചപ്പോൾ ഒന്നും പാമ്പിൻ്റെ മേല് തട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് സിമ്പിളായിട്ട് മൂപ്പരാൾ അവിടെ ഇരുന്നു. അവസാനം വേറെ ഫോറസ്റ്റ് ആൾക്കാർ വന്ന് പിടിച്ച് കൊണ്ടുപോയപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത് കേട്ടോ. ഇപ്പം ഈ വോയിസ് ഓവർ കൊടുക്കണതിൻ്റെ അന്ന് ഞാൻ ചാവക്കാട് ഭാഗത്തു നിന്ന് 3 മലമ്പാമ്പിനെ പിടിച്ചു എന്നുള്ള ന്യൂസ് കേട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. ഒരു മലമ്പാമ്പ് ഓക്കെ, പിന്നെ അവരൊന്ന് ചെക്ക് ചെയ്തപ്പോൾ വേറെ 2 എണ്ണത്തിൽ കൂടി കിട്ടിയിരുന്നു. മലമ്പാമ്പാണ് കേട്ടോ, വീടിൻ്റെ വിറക് വരയുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കാലത്തൊക്കെ പാമ്പിൻ്റെ സഹവാസമൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളും. ഞങ്ങൾ പാമ്പിനെ ഇവിടുന്ന് ചാക്കിളക്കിയപ്പോൾ നേരെ ഓടിയിട്ട് ഞങ്ങളുടെ ചിക്കുവിൻ്റെ കൂടിൻ്റെ അപ്പുറത്തെ സൈഡിലത്തെ ഒരു ചെറിയൊരു മാളാണ്, അവിടേക്കായിട്ടാണ് ഓടിപ്പോയത്. ഭാഗ്യത്തിന് ഫുള്ളായിട്ട് കയറാൻ പറ്റില്ല, വാല് മാത്രം പുറത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഫോറസ്റ്റുകാർ വന്നപ്പോൾ പിടിച്ചു കൊണ്ടുപോകാൻ സുഖമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട് ഇരുന്നോളൂ. പാമ്പിൻ്റെ കാലങ്ങളാണ് കേട്ടോ.